നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ രാജ്യത്തിന്റെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്ന റിപ്പബ്ലിക് ദിന പരേഡ് കർത്തവ്യപഥിൽ നടക്കുകയാണ്. രാവിലെ 9:30 പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദേശീയ യുദ്ധസ്മാരകത്തിൽ എത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. പ്രധാനമന്ത്രി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് സൈനിക ശക്തിയും സാംസ്കാരിക ശക്തിയും വിളിച്ചോതുന്ന പരേഡ് നടന്നു. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൻ ദർ ലയൻ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ എന്നിവരാണ് മുഖ്യാതിഥികൾ. കേരളത്തിൻ്റെതടക്കം 30 നിശ്ചല ദൃശ്യങ്ങൾ പരേഡിൽ അണിനിരക്കും. 100% ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും കൊച്ചി വാട്ടർ മെട്രോയും പ്രമേയമാക്കിയ നിശ്ചല ദൃശ്യമാണ് കേരളം അവതരിപ്പിക്കുന്നത്. ആഘോഷ പരിപാടികൾ കണക്കിലെടുത്ത് ദില്ലിയിൽ അതീവ ജാഗ്രതയാണ്. കണ്ണൂരിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പ്രസംഗിക്കുന്നതിനിടെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന് ദേഹാസ്വാസ്ഥ്യം. പ്രസംഗിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം തളർന്നു വീണു. പരേഡിൽ പതാക ഉയർത്തിയതിനു ശേഷം പ്രസംഗിക്കുമ്പോഴാണ് തലകറക്കം അനുഭവപ്പെട്ടത്. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുറച്ചുനേരം വിശ്രമിച്ചതിന് ശേഷം അദ്ദേഹം നടന്നാണ് വാഹനത്തിൽ കയറി ആശുപത്രിയിലേക്ക് പോയത്. ചൂണ്ടൽ പുതുശ്ശേരിയിൽ പെട്ടി ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുതുശ്ശേരി ഐക്യ ആർട്ട് ഫാമിലേക്കുള്ള റോഡിൽ തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. പുതുശ്ശേരി റോഡിൽ നിന്നും തൃശൂർ റോഡിലേക്ക് പ്രവേശിക്കുന്ന കയറ്റത്തിൽ വെച്ചാണ് പെട്ടി ഓട്ടോ മറിഞ്ഞത്. ഐസ്ക്രീം വിൽപ്പന നടത്തുന്നതിനായി ഉപയോഗിക്കുന്നതാണ് വാഹനം. കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതാണ് വാഹനം മറിയുന്നതിന് കാരണമായത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്നും സബ് ഇൻസ്പെക്ടർ റോബർട്ടിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. തലകീഴായി മറിഞ്ഞ വാഹനം നാട്ടുകാരുടെ സഹായത്തോടെ നേരെയാക്കിയ ശേഷം ഓടിച്ചു പോകുകയായിരുന്നു. കൂനമൂച്ചയിലെ പെരുന്നാളിന് വിൽപ്പനയ്ക്കായുള്ള ഐസ്ക്രീമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ലെ ബാങ്ക് പണിമുടക്ക് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. 2ാം ശനിയും ഞായറും റിപ്പബ്ലിക് ദിനവുമടക്കം തുടർച്ചയായ 3 അവധി ദിനങ്ങൾക്ക് ശേഷം വരുന്ന ദിവസമാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുടർച്ചയായി 3 ദിവസം പോലും ബാങ്ക് അവധി പാടില്ലെന്ന് മുൻകാലങ്ങളിൽ സർക്കാർ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് ഒട്ടും പാലിക്കാത്ത അവസ്ഥയാണ്. വ്യാപാരികൾ വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ 2 ദിവസത്തിൽ കൂടുതൽ ബാങ്കുകൾ അടച്ചിടാതിരിക്കാനുള്ള നിയമനിർമ്മാണങ്ങൾ അനിവാര്യമാണെന്നും ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഇത്തരത്തിലുള്ള സമരമുറയെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നുവെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൾ ഹമീദ് പറഞ്ഞു. സംഘടന ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോജി തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനുവരി 27 ബാങ്ക് ഉദ്യോഗസ്ഥർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പണിമുടക്കും സമരവുമാണ് അവരുടെ ഉദ്ദേശം. തുടർച്ചയായി 4ാമത്തെ ദിനത്തിൽ അവധി വരുന്ന രീതിയിലാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2ാം ശനിയും ഞായറും തിങ്കളാഴ്ച റിപ്പബ്ലിക് ദിനവും കഴിഞ്ഞ് വരുന്ന ചൊവ്വാഴ്ചയിലാണ് ഈ സമര പ്രഖ്യാപനം. ഇത് തീർച്ചയായും പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയായി മാത്രമേ കണക്കാക്കാൻ കഴിയുള്ളൂ. കാരണം ഒരു സമരം പ്രഖ്യാപിക്കുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ സമരം അനിവാര്യമാണ്, അതെല്ലാവർക്കും അറിയാം. സമരം ആവശ്യമാണ്, സമരത്തെ ഞങ്ങൾ തള്ളി പറയുന്നില്ല. പക്ഷേ അത് പൊതുജനങ്ങൾക്ക് പരമാവധി ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നടത്താൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അവിടെയാണ് മനഃപൂർവ്വം 3 ദിനം അവധിയാണെന്ന് അറിഞ്ഞിരുന്നിട്ടും 4ാമത് ദിനത്തിൽ സമരം പ്രഖ്യാപിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥർ ജനങ്ങളെ വലയ്ക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നിയമം മൂലം നിരോധിക്കേണ്ട അവസ്ഥയുണ്ട്. മുൻകാലങ്ങളിൽ സർക്കാർ നിർദ്ദേശം ഉണ്ടായിരുന്നു 3 ദിവസത്തിൽ കൂടുതൽ തുടർച്ചയായി ബാങ്ക് അവധി പാടില്ല എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ സമീപകാലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വെള്ളാർക്കാട് ശ്രീ ചിങ്ങംകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. പുലർച്ചെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, തുടർന്ന് നടക്കൽ പറവെപ്പ് എന്നിവ നടന്നു. നെല്ല്, അവിൽ, മലർ, കുങ്കുമം, പൂവ്, പഴം എന്നിവയുടെ പറചൊരിയൽ നടന്നു. ഉച്ചതിരിഞ്ഞ് വിവിധ ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 8 ഗജവീരന്മാരെ അണിനിരത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. രാത്രിയോടെ പൂരാഘോഷ കമ്മിറ്റികളുടെ
ശിങ്കാരിമേളം, ബാൻഡ് സെറ്റ്, വിവിധ കലാരൂപങ്ങൾ, DJ, പൂക്കാവടി തുടങ്ങിയവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ഭക്തിനിർഭരം. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാൾ ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. ഞായറാഴ്ച രാവിലെ 6:30 ദിവ്യബലിയും 9:30 ലതീഞ്ഞ് ദിവ്യബലി, കാഴ്ച സമർപ്പണം, നോവേന എന്നിവയും നടന്നു. വികാരി ഫാദർ ജേസൺ മാറോക്കി കാർമ്മികനായി. തുടർന്ന് വിശുദ്ധരുടെ രൂപമെഴുന്നള്ളിപ്പും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ്, വള എന്നിവയുടെ വെഞ്ചിരിപ്പുമുണ്ടായി. രാത്രി കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള ഭക്തിനിർഭരമായ അമ്പ് പ്രദക്ഷിണങ്ങൾ പള്ളിയിലെത്തി സംഗമിച്ചു. ശേഷം 150ഓളം ബാൻഡ് വാദ്യകലാകാരന്മാർ അണിനിരന്ന സംയുക്ത വാദ്യം അരങ്ങേറി. തിങ്കളാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 7 മണിക്ക് ദിവ്യബലിയും 10 മണിക്ക് ഫാദർ ജിജോ തറയിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള ആഘോഷമായ പാട്ടുകുർബാനയുമുണ്ടായി. ഫാദർ അജിത്ത് കൊള്ളന്നൂർ തിരുനാൾ സന്ദേശം നൽകി. ഉച്ചതിരിഞ്ഞ് 4-ന് ഇടവകാംഗം ഫാദർ ജോസ് കിടങ്ങൻ കാർമ്മികനായി ദിവ്യബലിയും 5 മണിക്ക് വിശുദ്ധരുടെ രൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും നടക്കും. തുടർന്ന് വാനിൽ വിസ്മയം തീർക്കുന്ന വർണ്ണമഴയും ബാൻഡുവാദ്യ മത്സരവും നടക്കും. വികാരി ഫാദർ ജെയ്സൺ മാറോക്കി, കൈക്കാരന്മാരായ KV ജോയ്, അൽഫോൺസ് മുട്ടത്ത്, MK റെജി, ജോഷി വർഗീസ്, ജനറൽ കൺവീനർ ഷാജൻ മാറോക്കി എന്നിവർ നേതൃത്വം നൽകും. വേൾഡ് ട്രേഡ് സെന്ററിൽ ഫെബ്രുവരി 15 മുതൽ 17 വരെ നടക്കുന്ന ആയുഷ് ഇന്റർനാഷണൽ കോൺഫറൻസിൽ കേരളത്തിൽ നിന്ന് ഹോമിയോപ്പതി മേഖലയെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ഷംന ഹംസ പ്രബന്ധം അവതരിപ്പിക്കും. BHMSൽ ഗോൾഡ് മെഡലിസ്റ്റായ ഡോക്ടർ ഷംന ഹംസ ബീഗം ഹോമിയോ കെയറിന്റെ ചീഫ് കൺസൾട്ടന്റായി എരുമപ്പെട്ടി, പാവറട്ടി, പൊട്ടൂർ കേന്ദ്രങ്ങളിലായി സേവനമനുഷ്ഠിച്ചു വരുന്നു. എഫക്റ്റീവ്നെസ് ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ഇൻ ട്രീറ്റിംഗ് ലിവർ ഡിസീസസ് എന്ന വിഷയത്തിലാണ് പ്രബന്ധാവതരണം നടത്തുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹോമിയോപാത്സ് കേരളയെ പ്രതിനിധീകരിച്ച് തൃശൂർ ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഡോക്ടർ എന്ന പ്രത്യേകതയും ഡോക്ടർ ഷംന ഹംസയ്ക്കുണ്ട്. നമ്പഴിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളാണ് ഇടവകയിൽ ആഘോഷിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 5:30 ഫാദർ ക്ലിൻറ്റു പാണയങ്ങാടൻ കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ്, നോവേന എന്നിവയ്ക്ക് ശേഷം വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ചു. തുടർന്ന് പൊതുസമ്മേളനവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. തിരുനാൾ ദിവസമായ തിങ്കളാഴ്ച രാവിലെ 7-ന് മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ കാർമ്മികനായി ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. ഫാദർ അമൽ ചാഴൂർ, ഫാദർ എഡ്വിൻ ജോർജ് അപ്പക്കോട്ട്, ഫാദർ നോബിൾ ഐനിക്കൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് വാദ്യമേളങ്ങളുടെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ ഭക്തിനിർഭരമായ പ്രദക്ഷിണമുണ്ടായി. രാത്രി കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പുകളുടെ സമാപനത്തിനു ശേഷം ആകാശത്ത് വിസ്മയം തീർക്കുന്ന വർണ്ണമഴ അരങ്ങേറും. മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുത്താണിക്കൽ, CL ഫ്രാൻസിസ്, CT ജേക്കബ്, CT ജാക്സൺ, CP മെൽവിൻ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. കേരളത്തിലെ മാരത്തോൺ ചരിത്രത്തിൽ വേറിട്ട നിമിഷം സൃഷ്ടിച്ച് ഭിന്നശേഷി കലാകാരന്മാർ. തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ നടന്ന പ്രത്യേകമൊരുക്കിയ വേദിയിൽ 1 മണിക്കൂർ നേരം 18 അംഗങ്ങൾ ജേഴ്സി അണിഞ്ഞ് കൊട്ടിയ താളം കാണികളുടെ മനം കവർന്നു. പരിമിതികൾക്കപ്പുറം മനസ്സ് പറക്കുന്ന വേഗതയിൽ ശിങ്കാരിമേളത്തിൽ ആടിത്തിമിർത്തു. തൃശൂർ മാരത്തോണിന്റെ ഭാഗമായി ബാക്ക് ടു ട്രാക്ക് വീൽചെയർ റൺ എന്ന ഓട്ടത്തിൽ 15ഓളം ഭിന്നശേഷി അംഗങ്ങൾ മാരത്തോണിൽ പങ്കെടുത്തു. വീൽചെയറിൽ വളണ്ടിയർമാരുടെ സഹായത്തോടെ ഓരോ ചക്രവും തിരിഞ്ഞപ്പോൾ 700 മീറ്ററിലധികം ദൂരം വീൽചെയറിൽ പിന്നിട്ട് മാരത്തോണിൽ പങ്കെടുത്തത് ആത്മവിശ്വാസത്തിന്റെ പുതിയൊരു യാത്രയായി.
ഭിന്നശേഷി അംഗങ്ങളുടെ കലയുടെ താളവും മാരത്തോണിന്റെ വേദിയും ഒന്നിച്ചപ്പോൾ കേരളത്തിന്റെ കലാകായിക ചരിത്രത്തിൽ അപൂർവമായ നിമിഷമായി. തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭിന്നശേഷിക്കാരുടെ കലാസംഘടനയായ പൂമ്പാറ്റ ടീം ഫൗണ്ടർ ഡോക്ടർ പെപ്പിൻ ജോർജ്, കോർഡിനേറ്റർ അർപ്പണ നാരായണൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഫോക്ലോർ അവാർഡ് ജേതാവും സംഘക്കളി ആചാര്യനുമായ തയ്യൂർ മൂത്തമന പരമേശ്വരൻ നമ്പൂതിരിയെ ആദരിച്ചു. കേരളീയ ക്ഷേത്രകലാ സംഘം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് ആദരവ് സംഘടിപ്പിച്ചത്. പട്ടാമ്പി ഞാങ്ങാട്ടിരി മഹർഷി വിദ്യാലയം സീനിയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മഹർഷി വിദ്യാലയം സ്കൂൾ ചെയർമാൻ ടി.കെ. വിനയഗോപാൽജി ഉദ്ഘാടനം ചെയ്തു. എ. വിജയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. കേരളീയ ക്ഷേത്രകലാ സംഘം പ്രസിഡന്റ് ഡോക്ടർ സി.വി. ദിനേശ് കർത്ത അധ്യക്ഷനായി. തുടർന്ന് വിവിധ കലാപരിപാടികളുമുണ്ടായി. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷം വർണ്ണാഭം. വിവിധയിടങ്ങളിൽ ദേശീയ പതാക ഉയർത്തി. മധുര വിതരണവുമുണ്ടായി. കുന്നംകുളം നഗരസഭാംഗണത്തിൽ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് നടന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ പി.ജി. ജയപ്രകാശ്, കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും മുൻ ജനപ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ദേശീയ ഗാനാലാപനത്തോടെയാണ് ചടങ്ങുകൾക്ക് സമാപനമായത്. തുടർന്ന് മധുര വിതരണവും ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു. രാജ്യത്തിന്റെ 77ാമത് റിപ്പബ്ലിക് ദിനം ചാവക്കാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. നഗരസഭാ കാര്യാലയത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ എ.എച്ച്. അക്ബർ ദേശീയ പതാക ഉയർത്തി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യതീന്ദ്രദാസ്, ക്ഷേമകാര്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല മന്ത്രംകോട്ട്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബൂറ, വിദ്യാഭ്യാസ കലാകായിക കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.പി. രഞ്ജിത്ത് കുമാർ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിനോടനുബന്ധിച്ച് സ്വച്ഛ് സർവേക്ഷൺ 2025-26 ഭാഗമായി നടന്ന ശുചിത്വ പ്രതിജ്ഞയ്ക്ക് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് ബി നേതൃത്വം നൽകി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.എച്ച്. സലാം നന്ദി രേഖപ്പെടുത്തി. ജനപ്രതിനിധികൾ, നഗരസഭാ ഉദ്യോഗസ്ഥർ, ശുചീകരണ തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാ അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കാട്ടകമ്പാൽ ചിറയൻകാട് 39ാം നമ്പർ അംഗൻവാടിയിലെ റിപ്പബ്ലിക് ദിനാഘോഷം വാർഡ് മെമ്പർ ടി.എസ്. മണികണ്ഠൻ പതാക ഉയർത്തി. അംഗൻവാടി വർക്കർ വാസന്തി, ഹെൽപ്പർ സുനന്ദ വാസുദേവൻ എന്നിവർ സംസാരിച്ചു. മധുര വിതരണവും നടത്തി. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ റിപ്പബ്ലിക് ദിന ആഘോഷത്തിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ജയശങ്കർ പതാക ഉയർത്തി. റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ. പി. രാജൻ, കെ. എം. റസാഖ്, ജനപ്രതിനിധികളായ എസ്. കെ. സദാനന്ദൻ മാസ്റ്റർ, ചന്ദ്രാവതി, സ്വീറ്റി ഷാജു, ജിൻസി സജു, സ്വപ്ന പ്രിൻസ്, സന്ധ്യ ഷിബു, സിദ്ദിഖ് പാപ്പിരുത്തി, പഞ്ചായത്ത് സെക്രട്ടറി പി. ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പെരുമ്പിലാവ് ജംഗ്ഷനിൽ ദേശീയ പതാക ഉയർത്തി. വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ. അനീസ് പതാക ഉയർത്തി. പെരുമ്പിലാവ് യൂണിറ്റ് പ്രസിഡന്റ് പി. എസ്. ഷംസുദ്ദീൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. എം. എച്ച്. റഫീഖ്, സി. എ. കമാലുദ്ദീൻ, പി. ഇബ്രാഹിം, അബ്ദുൾ ഹൈ എന്നിവർ പങ്കെടുത്തു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഷൈനി ഹംസ പതാക ഉയർത്തി. ചടങ്ങിൽ ഗായക സംഘത്തിന്റെ ദേശഭക്തി ഗാനവും അരങ്ങേറി. മധുര പലഹാര വിതരണവുമുണ്ടായി. വൈസ് പ്രിൻസിപ്പൽ സാജിദ റസാഖ്, സോഷ്യൽ സയൻസ് വിഭാഗം മേധാവി ജോഫി പീറ്റർ എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിൽ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 75 വർഷങ്ങൾ എന്ന വിഷയത്തിൽ പ്രൊഫസർ ഡോക്ടർ ജിജി പോൾ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ താലൂക്ക് പ്രതിനിധി പി. കെ. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വായനശാല കലാകായികവേദി താലൂക്ക് പ്രതിനിധി എം. ഉദയശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. വനിതാവേദി പ്രസിഡന്റ് പി. സി. ഗീതാമണി, കായികവേദിക്കു വേണ്ടി സുരേഷ് ചുള്ളിപ്പറമ്പിൽ, യുവതയ്ക്കു വേണ്ടി പി. യു. വില്യംസ് എന്നിവർ സംസാരിച്ചു. ബാലവേദി മെന്റർ പി. കെ. ലൈജു സ്വാഗതവും വായനശാല സെക്രട്ടറി ഷാജി കെ. ജോർജ് നന്ദിയും പറഞ്ഞു. എ. കെ. ചന്ദ്രൻ, പി. കെ. ആനന്ദൻ എന്നിവരും ബാലവേദി അംഗങ്ങളും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു. കലാവേദി പ്രസിഡന്റായി പി. കെ. ആനന്ദൻ, സെക്രട്ടറിയായി കെ. ആർ. ആതിര എന്നിവരെ തിരഞ്ഞെടുത്തു. വായനശാല കമ്മിറ്റി അംഗങ്ങൾ, വിവിധ വേദികളിലെ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അൻസാർ സ്കൂൾ ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് പതാക ഉയർത്തി. പ്രിൻസിപ്പൽ വി. കെ. ഫൗസിയ അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ മുഹമ്മദ് ഫലാഹ്, കെ. സാജിദ, എം. ഫാത്തിമ എന്നിവർ നേതൃത്വം നൽകി. വടക്കേകാട് പോലീസ് സ്റ്റേഷനിൽ എസ്. ഐ. കെ. പി. മൻസൂർ പതാക ഉയർത്തി. ASI ഉണ്ണികൃഷ്ണൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ജനമൈത്രി കോർഡിനേറ്റർ സക്കറിയ കുന്നച്ചംവീട്ടിൽ ആശംസകൾ നേർന്നു.
സുവിധം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങൾക്കുള്ള പെൻഷൻ വിതരണം ചെയ്തു. ചെറമനങ്ങാട് ഗ്രാമീണ വായനശാലയിൽ നടന്ന വിതരണ ചടങ്ങിന് സുവിധം ഫൗണ്ടേഷൻ പ്രസിഡന്റ് മുരളി പാതിരിക്കാട്ട്, സെക്രട്ടറി മുൻ പോസ്റ്റ്മാൻ താഴത്തുപുരയ്ക്കൽ ഗോപി, ഖജാൻജി ഷാജി വലിയറ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,915 രൂപ, സ്വർണം പവന് 1,19,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 345 രൂപ. ചരമം: കൂനമുച്ചി ചിറമൽ ദേവസി മകൻ അന്തോണീസ് നിര്യാതനായി. 79 വയസ്സായിരുന്നു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലർക്കായിരുന്നു പരേതൻ. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. കൊച്ചുമേരി ഭാര്യയും സോണി, ടോണി, റോണി എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.